മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ആർക്കും പോയി മേടിക്കാൻ പറ്റുന്നതും ഒത്തിരി ആൾക്കാർ മേടിക്കുകയും കഴിക്കുന്നതുമായിട്ടുള്ള ഒരു സപ്ലിമെന്റാണ് വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ. പക്ഷേ ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ നിങ്ങൾക്ക് ഗുണം തന്നെയാണോ ചെയ്യുന്നത്? അധികമായാൽ പലതരം കോംപ്ലിക്കേഷൻസും റിസ്കുകളും ഉള്ള ഒരു മരുന്ന് തന്നെയാണ് ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്. ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടിയാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യം വലിച്ചെടുക്കുന്നത് കൂടുകയും അതുമൂലം ബ്ലഡിലെ കാൽസ്യം ഹൈപ്പർ കാൽസ്യമീയ ഉണ്ടാകുകയും ഇനി കാൽസ്യം കിഡ്നി സ്റ്റോൺസ്, കിഡ്നി ഫെയിലിയർ എന്നിവ മുതൽ ഹൃദയാഘാതം വരെ ഉണ്ടാകാം ഈ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായാൽ. വൈറ്റമിൻ ഡിയുടെ പല ഫോംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ 60,000 യൂണിറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഇത് ഒരു 4 മുതൽ 6 ആഴ്ച വരെ, ആഴ്ചയിൽ 1 എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അതും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി വൈറ്റമിൻ ഡിയുടെ ലെവൽ ബ്ലഡിൽ കുറവാണ് എന്ന് കണ്ടാലാണ് ഏറ്റവും സേഫ് ആയിട്ട് കൊടുക്കാറ്. പിന്നെ നമ്മൾ രോഗലക്ഷണങ്ങൾ നോക്കി സേഫ്റ്റി ഒരു മാർജിൻ വെച്ച് നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഐഡിയലി കൊടുക്കുന്നത് ബ്ലഡിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ മാത്രമാണ്. ഈ ഡെയിലി ഡോസ് വൈറ്റമിൻ ഡി പലരും ഭയങ്കര സേഫ് ആയിട്ടാണ് കരുതുന്നത്. പക്ഷേ ഈ ഡെയിലി ഡോസ് വൈറ്റമിൻ ഡിക്കകത്ത്, അതായത് കാൽസ്യത്തോട് കൂടിയിട്ടുള്ള വൈറ്റമിൻ ഗുളിക എല്ലാ ദിവസവും കഴിക്കുന്നത്, അതിൻ്റെ അകത്ത് 2 തരം വൈറ്റമിൻ ഡികൾ ഉൾപ്പെടാറുണ്ട്. ഒന്ന്, വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ചെന്നതിന് ശേഷം ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട വൈറ്റമിൻ ഡി. ഇത് കമ്പാരിറ്റീവ്ലി സേഫറാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ആവശ്യത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിനുള്ളത് മാത്രമേ കൺവേർട്ട് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷെ വേറൊരു ഫോം അവൈലബിൾ ആയിട്ടുള്ളത് ആക്റ്റീവായിട്ടുള്ള വൈറ്റമിൻ ഡി തന്നെ കാൽസ്യത്തോട് കൂടിയിട്ടുള്ള ടാബ്ലറ്റുകളും അവൈലബിൾ ആണ്. ഇത് സാധാരണ ഒരാൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. ആക്റ്റീവായിട്ടുള്ള വൈറ്റമിൻ ഡി ശരീരത്തിൽ ചെന്നാൽ അത് പിന്നെ കൺവേർഷൻ്റെ ആവശ്യമില്ല. അത് ആക്റ്റീവായിട്ട് തന്നെയാണ് ഉള്ളത്. അത് വൈറ്റമിൻ ഡിയുടെ ഫുൾ ആക്ഷൻ തരും. ഇതിൻ്റെ സേഫ്റ്റി മാർജിൻ കുറവാണ്. ഈ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി കൊടുക്കേണ്ടത് ചില പ്രത്യേക അസുഖങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ്. അപ്പം അത് സാധാരണ എല്ലാവരും ഡെയിലി ഡോസ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ദോഷം ചെയ്തേക്കാം. അപ്പം ഏറ്റവും കറക്റ്റായിട്ടുള്ള രീതി ഡോക്ടറെ കണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം വൈറ്റമിൻ ഡി എടുക്കുക എന്നുള്ളതാണ് അതിനെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം.